ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഒക്ടോബർ 5 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചതിനു പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. സെപ്റ്റംബർ 17-ന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ 5 മാസം ബാക്കി നിൽക്കെയാണ് രാജി. അരവിന്ദ് കെജ്രിവാളിന് പകരം വിദ്യാഭ്യാസ ധനകാര്യ മന്ത്രിയായ അതിഷി മർലേന മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാവുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗത്തിലാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി കേജ്രിവാൾ നിർദ്ദേശിച്ചത്. എംപോക്സിനെതിരെയുള്ള ലോകത്തെ ആദ്യ വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. ബയോടെക്നോളജി കമ്പനിയായ ബവേറിയൻ നോർഡിക് വികസിപ്പിച്ച MVA-BN വാക്സിനാണ് അംഗീകാരം ലഭിച്ചത്. അടിയന്തരമായി വാക്സിൻ ആവശ്യമുള്ള മേഖലയിലേക്ക് വിതരണം ചെയ്യാനാണ് അനുമതി നൽകിയത്. അവികസിത വികസ്വര രാജ്യങ്ങൾക്കായി വാക്സിൻ, മരുന്ന്, ചികിത്സ എന്നിവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്താൻ ലോകാരോഗ്യ സംഘടന സ്വീകരിച്ചിട്ടുള്ള സംവിധാനമായ പ്രീ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് വാക്സിന് അനുമതി നൽകിയത്. അതിനിടെ കേരളത്തിൽ ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിനാണ് രോഗബാധ. രാജ്യത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ രോഗബാധയാണിത്. ഡൽഹിയിലാണ് ആദ്യത്തേത്. രാജ്യത്തെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽവേന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വന്ദേ മെട്രോ എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടത്. പിന്നീട് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഗുജറാത്തിലെ ഭുജിൽ നിന്ന് അഹമ്മദാബാദ് വരെയാണ് സർവീസ്. 359 കിലോമീറ്റർ പിന്നിടാൻ 5 മണിക്കൂർ 45 മിനിറ്റാണ് സമയം. മണിക്കൂറിൽ 110 കിലോമീറ്ററാണ് ട്രെയിനിന്റെ വേഗത. 455 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 400 കിലോമീറ്റർ അകലെയുള്ള രാജ്യത്തെ 2 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ സർവീസ് നടത്തുക. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് കേന്ദ്ര സർക്കാർ മാറ്റി. ഇനി മുതൽ വിജയപുരം എന്ന പേരിൽ അറിയപ്പെടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പുതിയ പേര് പ്രഖ്യാപിച്ചത്. കൊളോണിയൽ മുദ്രകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം. ശ്രീ വിജയപുരം എന്ന പേര് സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യം നേടിയ വിജയത്തെയും അതിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ പങ്കിനെയും സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ഇക്കോ സിറ്റി സൗദി അറേബ്യയിൽ ഒരുങ്ങുന്നു. ദ ലൈൻ എന്നാണ് സിറ്റിക്ക് നൽകിയിട്ടുള്ള പേര്. നിയോമിയിലാണ് നഗരത്തിന്റെ നിർമ്മാണം. 11,620 അടി ഉയരമുള്ള 2 ഭീമാകാരമായ കെട്ടിടങ്ങൾക്കിടയിലാണ് നഗരം നിർമ്മിക്കുക. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടത്തുക. 2024 അവസാനത്തോടെ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 90 ലക്ഷം ആൾക്കാരെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നഗരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്കൂൾ, ഷോപ്പിംഗ് മാൾ, ആശുപത്രികൾ എന്നിവയെല്ലാം നഗരത്തിലുണ്ടാകും. നിർമ്മിത ബുദ്ധി കേന്ദ്രീകൃത ഗതാഗത സംവിധാനങ്ങളാണ് ഉപയോഗിക്കുക. 2030ഓടെ നഗരത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. ഫൈനലിൽ ചൈനയെ ഏകപക്ഷീയമായി 1 ഗോളിന് തോൽപ്പിച്ചു. ഫൈനലിലെ അവസാന പാദത്തിൽ ജുഗ്രാജ് സിംഗ് ആണ് വിജയഗോൾ നേടിയത്. ഇന്ത്യയുടെ 5ാം കിരീടമാണിത്. ഹർമൻപ്രീത് സിംഗിനെ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയ ഇ-കോമേഴ്സ് പോർട്ടൽ
കെ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. തുടക്കത്തിൽ 19 സ്ഥാപനങ്ങളുടെ 350 ഉൽപ്പന്നങ്ങളാണ് പോർട്ടലിൽ ലഭ്യമാവുക. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, കാർഷികോപകരണങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ വിൽപ്പനയ്ക്കുള്ളത്. പേയ്മെന്റ് സേവനങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് നിർവഹിക്കും. തപാൽ വകുപ്പ് വിതരണത്തിൽ പങ്കാളിയാണ്. വെബ്സൈറ്റിന്റെ സാങ്കേതിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് കെൽട്രോൺ ആണ്. 60 വർഷത്തിലധികം മലയാള ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 15-ാം വയസ്സിൽ നാടകങ്ങളിലൂടെ കലാരംഗത്തെത്തി. 21-ാം വയസ്സിൽ മധുവിന്റെയും സത്യന്റെയും അമ്മയായിട്ടാണ് സിനിമയിലെത്തുന്നത്. കിരീടം, തനിയാവർത്തനം, ഭരതം, തേന്മാവിൻ കൊമ്പത്ത്, നന്ദനം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 4 തവണ ലഭിച്ചിട്ടുണ്ട്. ആലുവ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ പി കെ മാത്യു തരകൻ അന്തരിച്ചു. 12 പുസ്തകങ്ങളുടെ രചയിതാവാണ്. ചരിത്രകാരൻ, അഭിഭാഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ എ ജി നൂറാനി അന്തരിച്ചു. അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി എന്നതാണ് മുഴുവൻ പേര്. ദി കാശ്മീർ ഡിസ്പ്യൂട്ട് 1947-2012, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ എന്നിവ പ്രധാന പുസ്തകങ്ങളാണ്. ഇറ്റലിയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ ഇതിഹാസം സാൽവദോർ ചിലാച്ചി അന്തരിച്ചു. 1990 ലോകകപ്പിലെ ടോപ്പ് സ്കോററും മികച്ച താരവുമായിരുന്നു. ഇറ്റലിക്കായി നേടിയ 7 ഗോളുകളിൽ 6 ലോകകപ്പിലായിരുന്നു. ചരിത്രകാരൻ, ചരിത്ര ഗവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന 66 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പല സർവകലാശാലകളിലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പാഠ്യ വിഷയമാണ്. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം രൺധീർ സിംഗ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്? ഉത്തരം ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. ഫുട്ബോൾ കരിയറിൽ 900 ഗോൾ തികച്ച പോർച്ചുഗൽ താരം? ഉത്തരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ. 2024 ഇന്റർ കോണ്ടിനെന്റൽ ഫുട്ബോൾ കപ്പ് ജേതാക്കൾ? ഉത്തരം സിറിയ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കളായത്? ഉത്തരം കൊല്ലം സെയിലേഴ്സ്. അർദ്ധ സൈനിക വിഭാഗമായ സശസ്ത്ര സിമാബെല്ലിന്റെ പുതിയ ഡയറക്ടർ ജനറൽ? ഉത്തരം അമൃത് മോഹൻ പ്രസാദ്. ഇതോടെ 2024 ഒക്ടോബർ 5 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.